വാസൂട്ടി വാസൂട്ടി വാസൂട്ടിയെ അതെ ഈ ആശാരിപ്പണിക്ക് പോണ വാസൂട്ടിയുടെ വീട് ഇതല്ലേ? ഇതല്ല. ആരാണ്? എൻ്റെ പേര് വീരൻ എന്നാണ്. ഞാനും വാസൂട്ടി പഴയ സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് കാണണമായിരുന്നു. കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ടേ. കായ് കൊടുക്കാനാ? ആഹാ, മൂപ്പര് ഇവിടെയാണ് താമസിക്കണത്. ഇത് പക്ഷെ എന്റെ വീടാണ്. ആണോ? പരീക്കുട്ടിക്കാന്റെ വലിയ കൂട്ടുകാരനാണല്ലേ വാസുട്ടിയേട്ടൻ. അപ്പൊ എല്ലാ കാര്യത്തിനും പരീക്കുട്ടിക്കാണ് മൂപ്പര് സഹായിക്കണത്. അതല്ല ഇവിടെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ചേക്കണത്. അല്ല, ആരായി പരീക്കുട്ടി? ഇന്റെ കെട്ടിയോൻ. ഓ, നമ്മുടെ സായ്പൂട്ടി. വാസൂട്ടി ഇടയ്ക്ക് പറയാറുണ്ട്. അതെ, ഞാൻ വാസൂട്ടിയെ പരീക്കുട്ടിയെ സായ്പൂട്ടി എന്നാണ് വിളിക്കാറ്. സായ്പൂട്ടി? അപ്പൊ അവിടെ ഇപ്പൊ ആരില്ലാന്ന് തോന്നണ്. അപ്പൊ ഞാൻ ഇക്കാനെ ഒന്ന് വിളിക്കാം. ഇക്ക, അതെ വാസുട്ടേട്ടനെ കാണാൻ വേണ്ടിട്ട് ഒരാള് വന്നിട്ടുണ്ട്. വീരൻ കായ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. വരുമോ? മൂപ്പരിപ്പൊ വരൂ. നിങ്ങൾ കേറിയിരിക്കും. ഞാൻ എന്താ കുടിക്കാൻ വേണ്ടേ? തണുത്തത് എന്തായാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് ഇരുന്നോ. അസ്സലാമലൈക്കും വീരാനെ. ഓ ആയിക്കോട്ടെ സായ്പൂട്ടി. അല്ല, ഞാൻ സലാം പറഞ്ഞിട്ട് വീരാൻ സലാം വീട്ടിയില്ല. അയ്യോ, എന്റെ പേര് ബീരാൻ അല്ല, ബീരൻ. ബീരൻ? ബീരൻ. ബീരാനല്ല അല്ലേ? അല്ലല്ല. ഞാൻ ഓളിനോട് പറഞ്ഞപ്പോഴേ ഞാൻ വീരാൻ വന്നിട്ട് എന്നാ കേക്കണേ. വാസൂട്ടി ഒന്ന് കാണാൻ വന്നതാണ്. പറഞ്ഞു. വാസൂട്ടി കണ്ടിട്ട് ഒരുപാട് കുറച്ച് നാളായി. അപ്പൊ എനിക്ക് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഒരു കടം തീർക്കണം. കാശ് കൊടുക്കണല്ലേ? അങ്ങോട്ട് കൊടുക്കാനോ അങ്ങോട്ട് കൊടുക്കാൻ? ശരി. അപ്പൊ എവിടെ വീട്? വീട് ആമച്ചൻ. കാട്ടാക്കട. ആദ്യം താമസിച്ചത് പേടാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട് ആമച്ചനാണ്. അങ്ങോട്ടൊക്കെ പോയി. 2 മക്കൾ, ഒരു മോളും ഒരു മോനും. അപ്പൊ ഈ വാസുട്ടിനെ എങ്ങനെ പരിചയം? ഞങ്ങള് ആശാരിപ്പണി. നിങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് ആശാരിപ്പണി വർഷങ്ങളുണ്ട്. ഇപ്പൊ കുറച്ച് നാളെ കാണാതെ ഇരുന്നിട്ട്. അപ്പൊ വാസുട്ടൊന്ന് കാണണം, ഒരു കടം വീട്ടണം. ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ഇപ്പം പഴയതുപോലെ ഈ ആശാരിപ്പണിയൊക്കെ എനിക്ക് കുറവാണ്. എനിക്ക് ഈ മറ്റേ ചീവുളിയുള്ള തേച്ചുള്ള പണിയെ അറിയാവൂ. ഇപ്പോഴത്തെ മെഷീൻ ഇറങ്ങിയാലേ ശബ്ദം കേൾക്കുമ്പോഴേ പേടിയാണ് എനിക്ക്. അപ്പൊ അതിപ്പോ പണി കുറവാണ്. പണി കുറവാണ്. ഞാൻ മെഷീന്റെ വർക്ക് ഞാൻ ചെയ്തില്ല. എന്റെ പ്ലേട കയറി കൈ കൊണ്ട് പോയാ പിന്നെ ആരും നോക്കാനില്ലെന്നേ. പിന്നെ ഒരുവിധം പച്ച പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട്. എന്ത് വർക്ക് ചെയ്യണം? എനിക്ക് ടൈലറിങ് ഷോപ്പാണ്. വാസൂട്ടി ഇപ്പൊ വരുമല്ലോ അല്ലേ? ഇപ്പൊ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ട് വാസൂട്ടി ഞാൻ ആശാരിപ്പണി ചെയ്തുകൊണ്ടിരിപ്പോ രസം ഉണ്ടായി. ഞങ്ങളൊരു കൂട്ടുകാരുണ്ട്. പുള്ളിരാഴ്ച എന്നും അസുഖമാണ്. ഹോസ്പിറ്റലിൽ കിടപ്പാണ് ജോലി അതിന് അവിടെ തന്നെ, കിടപ്പും അവിടെ തന്നെ. പുള്ളി മറ്റേ ഈ പൊന്തി വെച്ചുള്ള കട്ടിലുണ്ടല്ലോ, അങ്ങനെ ചാരി പൊന്തി വെച്ച് കിടക്കണം. ആ കട്ടിലാണ് കിടക്കണം. അപ്പൊ ഡിസ്ചാർജ് ആക്കിയാൽ വീട്ടിൽ വന്ന ചെറിയ സാധാ കട്ടിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറയട്ടെ, നീ പൈസ കൊടുത്ത് മേടിക്കേണ്ട, ഒരുപാട് വിലയാണ്. ഞാൻ വാസുട്ടിയെ റെഡിയാക്കി തരാം, നന്നാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഫുൾ കട്ടിൽ നമ്മൾ കാല് വെട്ടി വെച്ചാൽ മാത്രം മതിയല്ലോ, ചെരിഞ്ഞ് കിടക്കുമല്ലോ. ഒരു സൈഡ് ഹൈറ്റ് കുറച്ചാൽ മതിയല്ലോ. അങ്ങനെ പുള്ളി കട്ടിൽ പണി കൊടുത്ത് പുള്ളി വീട്ടിൽ വന്നു. പുള്ളി കിടക്കും, ഇഴഞ്ഞങ്ങ് താഴെ വീഴും. സംഭവം നമ്മൾ തട വെച്ചില്ല. പുള്ളി അങ്ങനെ ഐസിലായി. പിന്നെ അങ്ങനെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ വാസുട്ടി ഇപ്പൊ നന്നായല്ലേ? കുഴപ്പമില്ല, പഴമയൊക്കെ തന്നെ ആണല്ലേ? ഞാൻ പണ്ട് മെലിഞ്ഞാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് ഇത്തിരി നന്നായിരിക്കുകയാണ്. അതെ, എന്തോ? അല്ല, അങ്ങനല്ല. ഞാൻ ഒപ്പം വരാട്ടോ.